വിജയിക്കണമെന്ന് നമ്മുടെ ആഗ്രഹങ്ങളാണ്. വിജയിക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആണോ? അല്ല, ആരും പരാജയപ്പെടാൻ വന്നൊരു പാടില്ലല്ലോ. പക്ഷെ ഇവിടെ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിലും കൊണ്ടുവരുന്നതിലും നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമതായി, വിജയിക്കുക എന്നാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റക്കാവണ്ട, നമ്മൾ കൂടി പറയും. വിജയം എന്നാൽ എന്താണ് പറയും? മാഷാ അല്ലാഹ്, ഞങ്ങളെ വിദ്യാഭ്യാസം എത്ര ഉണ്ട് നോക്കുകയാണ്, അതിനനുസരിച്ച് പറയണല്ലോ. ലക്ഷ്യം നേടുക എന്നതാണ്, അല്ലെ? ഒരു വിഷയത്തിൽ നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നേടുക. ലക്ഷ്യം നേടണമെങ്കിൽ ആദ്യം ലക്ഷ്യം പ്ലാൻ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഇത്ര കാലയളവ് നമ്മൾ ജീവിക്കും, അല്ലെ? ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എത്ര? 65 കൂട്ടുക, അല്ലെ? ഈ 65-ലെ ആദ്യത്തെ 15 നമുക്ക് ബോധം അന്തമില്ലാതെ പോയി. പിന്നെ എത്ര ഉണ്ട്? 50 വർഷം. ശരാശരി ഒരു ദിവസം എത്ര ഉറങ്ങും നമ്മൾ? എങ്ങനെ? നിങ്ങൾ എന്താ ഗൾഫേർക്ക് ഉറക്കം കൂടുതലാണ്. ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാതെ അധ്വാനിക്കുകയാണ്. ഇവൻ അധ്വാനം തന്നെ ഉറക്കാണ്. കാരണം ഞാൻ ഇന്നലെപ്പോ ഞാൻ അങ്ങനെ പിന്നെ മുസഫീന്ന് ഇങ്ങനെ വന്ന് എന്റെ അടിയിൽ ഒരു സ്ഥലത്ത് കയറാണ്ട് തന്നെ കയറി. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എപ്പോഴും ഉറങ്ങിയത് ഏകദേശം ഒരു 12 മണി, 4 മണിയായപ്പോത്തിന് നീശം ചെയ്തു. അപ്പൊ ഒരു 4 മണിക്കൂർ ഉറങ്ങി. അങ്ങനെ ഞാൻ വേറെ സ്ഥലത്തെത്തിയപ്പോ അവര് പറഞ്ഞ് പകലുറങ്ങില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് ഉറങ്ങണം, അതിനാണ് പിന്നെ ഉറക്കണത്. ഞാൻ പറഞ്ഞു, ഞാൻ പകലുറങ്ങണ ഒരു സ്വഭാവമില്ലേ, എപ്പോഴെങ്കിലൊക്കെ രാത്രി ഉറക്കൊഴിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ പകലുറങ്ങുള്ളൂ. സാധാരണഗതിയില് പകലുറക്കില്ല. അപ്പോ ഞാൻ തന്നെ 4 മണിക്കൂർ ഉറങ്ങി. എത്ര അധിക ആളുകളും എന്റെ അഭിപ്രായത്തിൽ ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതാണ് എന്റെ അഭിപ്രായം. പറയണം പറയാം, നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞ നിങ്ങൾ അംഗീകരിച്ചോളന്നൊന്നുമില്ല. കാരണം ഇടത്തിട്ട് ഉറക്കുന്നുണ്ട്, അതാണ്. മനസ്സിലായോ? അപ്പോ 8 കൂട്ടിക്കൂടി 8 മണിക്കൂർ കൂടിയാൽ 1/3 ഉറക്കാണ്. 8 × 8 = 16 × 8 = 24 മണിക്കൂറിൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാണ്. അപ്പൊ ശരാശരി 50-ന്റെ 1/3 നമ്മൾ ഉറങ്ങാണ്. 65-ന്ന് 15 പോയി, പിന്നെ 1/3 ഉറങ്ങാണ്. അപ്പൊ എത്ര പോയി? 50-ന്റെ 1/3 എത്ര? അത് വേണ്ടി വരും. മനക്കണക്കിന്റെ കാലം കഴിഞ്ഞു. 10,000 കഴിച്ചാൽ പിന്നെ എത്ര ഉണ്ട്? 32.5. മുല്യമത്തിന്റെ മെനക്കെട്ട് എത്ര? അത് വന്നിരിക്കുന്ന സമയത്തല്ല, ഇത് ഉറങ്ങുന്ന സമയത്തല്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ 32.5 വർഷമാണ് ശരാശരി ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയമെങ്കിൽ ഇവിടെ നമ്മൾ ലക്ഷ്യം നേടണം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറയട്ടെ. എത്ര നേരത്തെ നമ്മളെ ആയുസ് എന്ന് പറഞ്ഞത്? 65 അല്ലല്ലോ. നിങ്ങളുടെ ആയുസ് എത്ര? അല്ല, സുമാർ നമ്മൾ പറഞ്ഞത് കൃത്യമല്ല. എന്നാലും പറയും പിടിച്ച അല്ല, സുമാർ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ല. അവനാന്റെ കാര്യത്തിൽ നമുക്ക് വരുമ്പോ വേദാറാണ്. 60-70 എന്നാണ് പറഞ്ഞിട്ട്. ഇത് അവനാനോട് ചോദിച്ചപ്പോ കുറച്ച് വിഷമാണ്. പറഞ്ഞോട് പിടിച്ചത്. അല്ലാഹു ദീർഘായുസ്സ് തരട്ടെ. പറയും. എത്ര? 60. കുറച്ച് പറഞ്ഞ 60-ഓ 600-ഓ 6000-ഓ 6 ലക്ഷമോ 6 കോടിയോ 60 കോടിയോ അല്ല. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വെച്ചതാണ്.
ഞാൻ ചോദിച്ചത് നിങ്ങൾ എത്ര വർഷം ജീവിക്കുമെന്നാണ്, അല്ലെ? ഈ നിങ്ങൾ എന്ന് പറഞ്ഞ സാധനം എന്താണ്? എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ആത്മാവ്. ആത്മാവ് എത്ര വർഷം ജീവിക്കും? മരണം വരെ അല്ലാന്ന്. മരണം വരെ ഈ ജഡല്ലേ, മരണം വരെ ഈ ജഡാണ്. ഈ ആത്മാവ് എന്നോ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിയില് കടലിലെ ഡോൾഫിൻമാര് ഒരു ചാട്ടം മാത്രമേ ദുന്യാവിലുള്ളൂ. ഒന്നിങ്ങനെ ഒന്ന് മൂരിയല്ല, ഇത്രയേ ഉള്ളൂ. പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 6000 കോടിയല്ല, കോടാനക്കോടിയല്ല, മനുഷ്യന്റെ ജീവിതത്തിന് അറ്റമില്ല. ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് ഇന്ന് കണ്ടി മീറ്റിംഗ് പറഞ്ഞു നോക്കാണ്. ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്. ഒരു സുഖണ്ടില്ലേ? അല്ലേ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്. നമ്മുടെ ജീവിതത്തിന് അറ്റമില്ല. അപ്പൊ ലക്ഷ്യം നേടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ലക്ഷ്യം നേടുക. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അപ്പൊ ഞാൻ ലക്ഷ്യം നേടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ ലക്ഷ്യം? ഈ താൽക്കാലികമായ ഈ ഡോൾഫിൻ മരണമായിട്ടുള്ള ഈ സമയത്ത് വിജയമാണോ? ആണോ? അല്ല, ശാശ്വതമായ ജീവിതം. ശാശ്വതമായ ജീവിതത്തിൽ വിജയിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ആ വിജയത്തിനു വേണ്ടിയുള്ള സമ്പാദ്യ സ്ഥലമാണിത്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കണം നമ്മൾ കോടാനക്കോടി വർഷം ജീവിക്കാൻ ആവശ്യമായത്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി, ഞാൻ പറഞ്ഞല്ലോ, ഈ 32.5 വർഷം കൊണ്ട് കോടാനക്കോടി വർഷം ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ സംഘടിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ ലക്ഷ്യം നാം കാണേണ്ടത്. അത് നമ്മൾ ചുരുക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരിക. നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ 65, 32.5 വർഷം ഉണർന്നിരിക്കുന്നു. ഇതിൽ നിങ്ങൾ എത്ര വർഷം ഗൾഫ് നാടിൽ ജീവിക്കും? ഇന്നലെ ഞാൻ ഒരാളെ കണ്ട് എന്നെ വന്നു വെച്ച്, ഞാൻ 84 വന്നില്ല. അപ്പൊ 2024 40 കൊല്ലായി. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു? ഒരു മോളെ കെട്ടിച്ച്, ഒരു പെരി ഉണ്ടാക്കി, രണ്ടാമത്തെ മോളെ കെട്ടിക്കാൻ കടം വാങ്ങിച്ചാണോ? അങ്ങനെയും മനുഷ്യന്മാരുണ്ട്. യൂസ്ഫലി എന്നിട്ട് എത്ര വർഷമായി? 50 വർഷം. 74 വന്നിരിക്കണം. എപ്പിസ്ഥാന സമസ്തിയിൽ വന്നത് യൂസ്ഫലി UAE വന്നത് വരെയുമല്ല. രണ്ടാൾക്കും ആ പ്രവർത്തന രംഗത്ത് 50 വർഷം. രണ്ടും കൂടി സംയുക്തമായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കട്ടോ. രണ്ടാൾക്കും കൂടി ഉള്ളൊരു ആഘോഷം അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, കുറഞ്ഞ കാലത്തിൽ, കുറഞ്ഞ കാലം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് കുറെ സമ്പാദിക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഈ 10 മണിക്കൂറൊന്നും ഉറങ്ങൂല. നമ്മളിവിടെ എത്ര, ഏകദേശം ഇത്ര വർഷം ഞാൻ ഇവിടെ നിൽക്കും എന്ന് നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉള്ളതൊന്ന് കൈപൊക്കിക്കാൻ ഇല്ല. എന്ത് നേടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എവിടുന്ന് വിജയിക്കാൻ? കാരണം വിജയം തന്നെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ്. ലക്ഷ്യം തന്നെ നമുക്കില്ല. നമ്മളിങ്ങനെ ഒരു പുഴയിൽ ഒഴുകണമായിട്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കണം. അത് ദുനിയാവുക്കും വേണം, ആഖിറത്തുക്കും വേണം. ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ. ഇത് രണ്ടും നമുക്ക് ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ലക്ഷ്യം നേടണം. ലക്ഷ്യം പ്ലാൻ ചെയ്യണം. ലക്ഷ്യം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ. ചില ആളുകൾ അന്തിക്ക് ഉറക്കേറില്ല ലക്ഷ്യം കൊണ്ട്. അങ്ങനെയുണ്ട് അല്ലേ? സന്തോഷം കൊണ്ട് ഉറക്കം വരാതിരിക്കും. ഏത് നോർമൽ അവസ്ഥയിലെ ഉറക്കം വരുള്ളൂ. സന്തോഷം കൂടിയാൽ ഉറക്കം വരില്ല, ദുഃഖം കൂടിയാൽ ഉറക്കം വരില്ല, തണുപ്പ് കൂടിയാൽ ഉറക്കം വരില്ല, ചൂട് കൂടിയാൽ ഉറക്കം വരില്ല. ഒക്കെ നോർമൽ അവസ്ഥയിലെ ഉറക്കം ഉണ്ടാവുള്ളൂ, അല്ലെ? ചില ആളുകൾ ഭയങ്കര ലക്ഷ്യം മുന്നിൽ കണ്ട് ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഉള്ള ഒരാഴ്ചയിലുള്ള ഉറക്കം ഉണ്ടല്ലോ. ആ ഉറക്കത്തിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ലക്ഷ്യങ്ങളൊക്കെ വരും. അപ്പൊ സന്തോഷം കൊണ്ട് ഇത്ര കാലം കൊണ്ട് ഇത്രത് അപ്പൊ ഞാൻ എവിടേക്ക് എത്തുന്നുള്ളതൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഉറക്കം വരാത്ത മനുഷ്യന്മാരുണ്ട് സന്തോഷം കൊണ്ട്.
പിന്നെ ചെയ്യോ ചെയ്യൂല എന്നുള്ളത് പിറ്റത്തെ വർത്താനം. അപ്പൊ ഏതായാലും ചുരുക്കത്തിൽ ലക്ഷ്യം നേടണം, ലക്ഷ്യമുണ്ടായിരിക്കണം, പ്ലാൻ ചെയ്യണം. ഇത്ര വർഷം ഞാൻ ജീവിക്കും. ഇപ്പൊ ഇനി നാട്ടിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഏകദേശം ഒരു സുമാരങ്ങൾ നടക്കേണ്ടാവില്ല ഓരോ പ്രാവശ്യം. ഈ കാലം കൊണ്ട് ഞാൻ എന്ത് നേടണം? അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യമില്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പറയോ? ലക്ഷ്യങ്ങളെ മനസ്സിലില്ലാത്തതിന് പല കാരണമുണ്ട്. നിങ്ങൾ ഈ എണ്ണിച്ചിട്ടോ അപ്പം ഇങ്ങനെ കാത്തിരിക്കുക അല്ലേ? അത് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ നിദാനമല്ല. കാരണം നമുക്ക് വരുമാനം, നമുക്ക് ഏകദേശം ഇപ്പൊ എന്ത് കണക്കൂട്ടിയ കാൽക്കുട്ടറിൽ കണക്കൂട്ടിയ ഈ വർഷം എത്ര വരുമാനം കിട്ടുന്നുണ്ട്, ചെലവ് നിങ്ങൾക്ക് കണക്കൂട്ടാൻ പറ്റുമോ? പിന്നെ എങ്ങനെ തെറ്റിയിരിക്കുക? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചെലവും വരൂലേ? ഒരു പൈക്ക് കഴിയോ നമ്മളെ കാശ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ ചെലവ് കണക്കൂട്ടാത്തത് പോലെ വരുമാനം കണക്കൂട്ടി ഇങ്ങനെ ഇരിക്കരുത്. വരുമാനത്തിന് മാർഗങ്ങൾ വേറെയും കാണണം. പല മാർഗങ്ങളുണ്ട് ഇല്ലേ? മാർഗം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ കടം കൊടുക്കാൻ ആളുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? പല മാർഗങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം വിജയിച്ചവരുടെ കൂടെ കൂടുക എന്നുള്ളതാണ്. നമ്മളൊരു പരീക്ഷണത്തിന് നിൽക്കാതെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ആ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും സംവിധാനത്തെ കുറിച്ചും പഠിച്ചിട്ട് ചെറിയൊരു ശതമാനമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാരണമാണ്. അപ്പൊ നിങ്ങൾ നിലവിൽ ഉണ്ടാകുന്ന ശമ്പളം വാങ്ങുന്നതോടൊപ്പം തന്നെ കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ വിജയിച്ചവരുടെ കൂടെ കൂടുക എന്നുള്ളത് ഒരു മാർഗമാണ്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാവട്ടെ കച്ചവടത്തിലാവട്ടെ ക്രമം അക്രമം എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഗതിയുണ്ട്. ക്രമമുണ്ട്. ക്രമം എന്ന് പറഞ്ഞാൽ അതെ, ഓരോന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുക. അതാണ് ക്രമം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. അതാണ് ക്രമം. സമയം തെറ്റിട്ട് ബസ് പോയിട്ട് കൈകാട്ടിയത് കാര്യമില്ല. ഓരോന്നിനും ഓരോ സമയം. ആ സമയത്താണ് നമ്മൾ എന്നത്. അപ്പൊ ഈ ക്രമം തെറ്റിയാൽ പിന്നെ അക്രമമാവും. ക്രമം തെറ്റിനെ കുറിച്ചാണ് എന്ത് പറയാ? അക്രമം. അപ്പൊ ഈ ക്രമം ഏത് അക്രമം ഏത് എന്ന് നമുക്ക് അറിയണ്ടേ? വേണ്ടേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വളരെ വസ്തുനിഷ്ഠമായ നിയമവ്യവസ്ഥകൾ അത് ആരുണ്ടാക്കിയ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പഠിച്ചാൽ മതി. അവിടെ ഗവേഷണം ചെയ്യേണ്ട കാര്യമില്ല. സാമ്പത്തിക രംഗത്ത് നമ്മുടെ നിയമവ്യവസ്ഥകൾ വളരെ സുചിന്തിതമാണ്. അതിന് വ്യവസ്ഥകളുണ്ട്. അത് അതിനെക്കുറിച്ച് അറിയുന്ന ആളോട് ചോദിച്ചാൽ മതി. ഇതിനോട് ഗവേഷണം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതക്രമങ്ങൾ, അവിടെയും ക്രമവുമുണ്ട് അക്രമവുമുണ്ട്. എന്താണ് ക്രമം എന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ട് ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്യമുണ്ടായിരിക്കണം, സമയം നിർണിതമായിരിക്കണം. ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ ഈ പ്രാവശ്യം വന്നിട്ട് അടുത്ത പ്രാവശ്യം കൂടി ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് എണ്ണിച്ചുട്ട അപ്പത്തിന്റെ പുറമെ ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ എന്ത് എന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഏതായാലും നമ്മൾ നാടും വീടും ഭാര്യയും കുട്ടികളൊക്കെ വിട്ട് വന്നവരാണ് അധികവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷ്യം പ്ലാൻ ചെയ്ത് അതിലേക്ക് പ്രവേശിക്കണം. ഒന്ന്. മറ്റൊന്ന്, ലക്ഷ്യപ്രാപ്തിക്കും പ്രായോഗിക കാര്യങ്ങൾക്കും അനിവാര്യമായ കാര്യം തീരുമാനങ്ങളുണ്ടാകും. അല്ലെ? മനസ്സും തീരുമാനവും ഉണ്ടാവണം. നമ്പർ 1 മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കണം. നമുക്കിപ്പോ കൽബുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. ആ കൽബിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ത്യാഗങ്ങൾ സഹിക്കാൻ നമുക്ക് തയ്യാറാവണം. ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നടപ്പിൽ വരുത്താൻ
പ്രധാനമായും ഹിമ്മത്തുണ്ടാവണം. നമുക്കറിയാം വിമി എന്നൊരു പെൺകുട്ടിയെ കുറിച്ച്. വിമിക്ക് 4 വയസ്സുള്ള സമയത്ത് കൈകാലുകൾ തളർന്നുപോയി. ആ വിമിയെ അമ്മ ഇങ്ങനെ വായിൽ ഭക്ഷണം ഇങ്ങനെ വെച്ചുകൊടുക്കും. വെച്ചുകൊടുത്ത ഭക്ഷണം ഇറക്കാനുള്ള കഴിവേ ഉള്ളൂ. കൈകാലുകൾ തളർന്നുപോയ വിമിക്ക് അമ്മ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ അമ്മ പറയും, മോളെ, കയ്യും കാലും തളർന്നാലും മനസ്സ് തളരരുത്. മനസ്സുണ്ടായാൽ എന്തും നേടാം. മനസ്സുണ്ടായാൽ എന്തും നേടാം. മനസ്സുണ്ടായാൽ എന്തും. നിങ്ങളിങ്ങനെ ഒരു ഉന്മേഷം ഇല്ലാതെ ഇരിക്കുന്നു. അതൊന്നും ഉന്മേഷത്തിൽ ഇരിക്കാന്നുള്ള തീരുമാനത്തിലെപ്പെട്ടത്. മനസ്സുണ്ടായാൽ 4 വയസ്സുള്ള ആ പെൺകുട്ടി ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കി. നമ്പർ 1 ലക്ഷ്യം ഉണ്ടാക്കി. എന്തായിരുന്നു അവളുടെ ലക്ഷ്യം? ലോക ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്പീഡിലോടുന്ന വനിതക്ക് കിട്ടേണ്ട അവാർഡ് എനിക്ക് കിട്ടണം. ആരാ തീരുമാനിക്കണ? 2 കയ്യും കാലും തളർന്ന് അമ്മ വായിലേക്ക് ഇങ്ങനെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് ഇറക്കാൻ മാത്രം കഴിവുള്ള വിമി ലക്ഷ്യമുണ്ടാക്കി. എന്താണ്? ലോക ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്പീഡിലോടുന്ന വനിതക്കുള്ള ചാമ്പ്യൻഷിപ്പ് എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യം കരുതാൻ പറ്റുമോ? കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. കരുതാൻ പറ്റും. ആ കരുത്ത് പോരാ. ഇത് ഞാൻ വെറുതെ തമാശ പറയുന്നതല്ല. ഞമ്മക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല എന്ന് വിചാരിച്ചിരിക്കണം. ഇപ്പൊ ഞാന് പിന്നെ അവിടെ കൊടുന്നാക്കിയ ഒരു സുഹൃത്ത്, അയാളിപ്പോ അവിടെ അല്യഹർ അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ഐനുൽ ഫായിദ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പർക്ക് കുറഞ്ഞ കാലം കൊണ്ട് ഒരു 5-8 കടട്ട് കാലി ഭൂമി ലീസിനെടുത്തിട്ട് അവിടെ ബിൽഡിങ് കെട്ടിയിട്ട് ഉണ്ടെന്ന്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹോട്ടലുകളുണ്ട്, കഫ്റ്റീരിയകളുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട്. എന്നാ അവനോ അവന്റെ വിദ്യാഭ്യാസം എന്താ? SLCയിൽ 2 വട്ടം പോയിട്ടാണോ? പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. ആദ്യം ഒന്ന് തോറ്റ്, ഡിഗ്രി ഒന്നും കൂടി തോറ്റ്, ഡിഗ്രി തോറ്റ്, ആ വഴിക്ക് പോയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഈ കൂടിയിരിക്കുന്ന ആളുകൾ മിക്കവാറും ഡിഗ്രി വരെ ഉള്ളവരായിരിക്കാം. അതേ സമയത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു കടലാസൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, തെക്ക് വഴക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോ നമുക്ക് വിദ്യാഭ്യാസത്തിലുപരി ബിസിനസ് രംഗത്തായാലും മറ്റു രംഗത്തായാലും എന്ത് അഭ്യാസം വേണ്ടത്? ഞങ്ങൾ പറയുന്നൊരു നാടൻ മലയാളമുണ്ട്, മണ്ടഭ്യാസം. എന്താണ് അത്? അഭ്യാസം. ചെറിയ വിദ്യാഭ്യാസം മതി ചില ആളുകൾക്ക്, അവർക്ക് മണ്ടഭ്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവര് സമ്പന്നരാവും. സമ്പന്നത മാത്രമല്ല, ഏത് മേഖലയിലും അവരെന്ത് ചെയ്യും? വിജയിക്കും. അപ്പൊ ചുരുക്കത്തിൽ ലക്ഷ്യം നേടി ശക്തമായ തീരുമാനങ്ങൾ 3 സൈസ് തീരുമാനമുണ്ട്. ഇപ്പൊ ഞങ്ങളെ പോലത്തെ ആളുകൾ ഇപ്പൊ പിരിവിന് വരുന്നതാണ്. പറഞ്ഞില്ല ബേജാറാണ്. അപ്പൊ നമ്മള് ഒരു പ്രൊജക്ട് ഒരാളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ പറയും ഇൻഷാ അല്ലാഹ് എന്നാല് ഇന്ന വൈകി ആക്കണ്ടോ. ഇതൊരു ഇൻഷാ അല്ലാഹ്. യഥാർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് ഒരാൾ പറയേണ്ടത് എപ്പോഴാണ്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്തായാലും ഞാനത് ചെയ്തിരിക്കും. അപ്പോഴാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ട കേപ്പെന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ ഇൻഷാ അല്ലാഹ് പറയില്ല. എപ്പോഴാണ് എന്നാ പൈക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. അപ്പോഴല്ല ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. ഇന്നി ഫാഇലുൻ, ഞാൻ എന്തായാലും ചെയ്യും. അപ്പോഴാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. അപ്പൊ ഒരു ബർക്കത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ തൗഫീഖിന് വേണ്ടിയുള്ള ഒരു ബർക്കത്തിന്റെ വാക്കാണ് എന്ത്? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. അപ്പോ തീരുമാനങ്ങൾ പല ജാതിന്റെ. ഇൻഷാ അല്ലാഹ് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ. ഈ തീരുമാനം കൊണ്ട് നമ്മൾ എവിടെ എത്തുക? ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം, പോസിറ്റീവായി ചിന്തിക്കണം. അതും പല ആളുകളും പല രൂപത്തിലാണ്.
ചിലർക്ക് നെഗറ്റീവ് തന്നെ ഉണ്ടാവുള്ളൂ. എന്ത് വിഷയം പറഞ്ഞാലും അത് നടക്കൂല, ഇത് നടക്കൂല, അത് നടക്കൂല, അത് വേണ്ട, ഇത് വേണ്ട എന്നൊരു ചിന്താഗതിക്കാർ അവർക്കും വിജയിക്കാൻ കഴിയും. സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഏത്? ചിന്തകൾ നെഗറ്റീവ് പോസിറ്റീവ്. അതിന് പോസിറ്റീവിന് ഉദാഹരണം പറഞ്ഞ ചിന്തയാണ് ഒരു ലണ്ടനിലെ ഒരു ചെരുപ്പ് കമ്പനിക്കാരൻ എവിടേക്ക് പോയത്? ആഫ്രിക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയില്ല, എല്ലാവർക്കും അറിയില്ല, കുറച്ചാൾക്കാർക്ക് അറിയാം അല്ലെ? അവിടെയുള്ള ചിന്തകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരാള് അത് ചെരുപ്പ് കമ്പനിക്കാരൻ എയർപോർട്ടിലാണ് ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ എല്ലാവരും കാൽമുഖാ നോക്കിയത്. സാധാരണ അല്ലെ, ചെരുപ്പ് എന്നാക്കുന്ന ആളെ നമ്മളെ റാഡോ വാശി കാണുമല്ലോ, അയാൾ എപ്പോഴും നോക്കൽ കൊടുക്കുകയാണ് ചെരുപ്പം വെക്കാം എന്ന മാതിരി. ഇവരാണ് ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ നോക്കിയത് എന്താണ്? ഇവിടെ ഏത് ചെരുപ്പാ ഇവരിട്ട് കിട്ടുന്ന? ഒരൊറ്റ മനുഷ്യനും ചെരുപ്പ് തെറ്റിട്ടില്ല. അപ്പൊ ഇയാൾ വിചാരിച്ച് പള്ളിയിൽ കയറിയമായിരുന്നത് പുറത്തുനിന്ന് ഒന്നുണ്ടാക്കി കയറിയതാണ് ഈ കാരണം വിചാരിച്ച് എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയപ്പോഴും ആരെ കാലുപോലും ചെരുപ്പില്ല. അപ്പൊ രണ്ട് ഏജൻസികളുണ്ട്, രണ്ടാളും രണ്ട് എയർപോർട്ടിലാണ് ചെന്നിറങ്ങിയത്. ഒരാൾ പറഞ്ഞു, ഒരാളെ ചിന്തയിൽ വന്നത് പഠിച്ചോനെ ഇവിടെ നമ്മള് ചെരുപ്പിന്റെ വേണ്ടതൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ചെരുപ്പ് കയറ്റണ്ടെന്നാണ് ഒരാൾ ചിന്തിച്ചത്. മറ്റാളോ ഇവിടെ ഏത് ചെരുപ്പ് കൊടുത്താലും വിജയിക്കും, കാരണം ഇവിടെ ചെരുപ്പില്ലല്ലോ. അപ്പൊ ഇവിടെ ചെരുപ്പ് കൊടുത്താൽ പോരാ, ചെരുപ്പിന്റെ ഫാക്ടറിനെ ഇവിടെ ഉണ്ടാക്കണം എന്നാണ് അയാൾ ചിന്തിച്ചത്. രണ്ട് തരക്കാർ രണ്ട് റിപ്പോർട്ടാണ് കമ്പനിക്ക് സമർപ്പിച്ചത്. അതിന് ചുരുക്കത്തിൽ അവിടെ ചെരുപ്പിന്റെ വലിയ ഫാക്ടറികൾ ഉണ്ടാക്കി വമ്പിച്ച് വിജയിച്ചു എന്നാണ് ചരിത്രം. അപ്പൊ ചിന്തകൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു സംഗതിയാണ് നെഗറ്റീവ്. ഇടക്കിടക്ക് എന്ത് ചെയ്യും? നെഗറ്റീവ് ചിന്തകൾ വന്നിട്ട് രാത്രിക്ക് നിങ്ങൾ ഉറങ്ങുമ്പോൾ തീരുമാനിച്ചാൽ നേരം വെളുത്താൽ തണുപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ ചെരുമ്പോത്തിന് എന്ത് ചെയ്യും? അത് ആൾക്കാരും വേണ്ട. അപ്പൊ ഒരു സ്വസ്ഥത, ഒരു സമാധാനം, വലിയ ഭാരം തലി കയറ്റിണ്ട്. പക്ഷെ നേരം വെളുത്ത് ഈ തീരുമാനം വന്നപ്പോ എന്തായി? ഒരു സമാധാനം വന്ന് ഇവർക്കും വിജയിക്കാൻ കഴിയില്ല. ജസ്റ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ എന്തെങ്കിലും ചെയ്യാ എന്നുള്ളതല്ല. പ്ലാൻ ചെയ്ത് അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച്, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊടുത്ത് ഉണ്ടാക്കിയാൽ എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കും, യാതൊരു തർക്കമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പെൺകുട്ടിയുടെ കഥ വിവരാക്കിയ ആ പെൺകുട്ടി ചിന്തിച്ചത് എന്താണ്? തീരുമാനമെടുത്തത് എന്താണ്? അങ്ങനെ ആ പെൺകുട്ടി 8-ാം വയസ്സാകുമ്പോഴേക്ക്, അപ്പോ തീരുമാനം വന്നാൽ അപ്പൊ തന്നെ പ്രവർത്തനം തുടങ്ങുന്നതാണ് വിജയികളുടെ ലക്ഷണം. തീരുമാനം വന്നാൽ പിന്നെന്ത് ചെയ്യും? മനസ്സുകൊണ്ട് പ്രവർത്തനം തുടങ്ങി. ഇന്നമല്ല അമാര് ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന മൂല്യം മനസ്സാണ്, നീയത്താണ്, തീരുമാനമാണ്. അപ്പൊ ഞാൻ അങ്ങനെ വിജയിക്കണം എന്നാ തീരുമാനിച്ചു. അപ്പൊ മനസ്സ് ചലിക്കാൻ തുടങ്ങി. മനസ്സിന്റെ ചലനമാണല്ലോ ഒന്നാമത്തെ ചലനം. മനസ്സ് ചലിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 8-ാം വയസ്സിൽ കയ്യും കാലൊക്കെ ആടി അവിടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. 12-ാം വയസ്സിൽ പ്രാദേശിക മത്സരത്തിൽ പങ്കെടുത്തു, ഫസ്റ്റ് നേടി. 16-ാം വയസ്സിൽ അവളുടെ രാഷ്ട്രത്തിന്റെ മത്സരത്തിൽ പങ്കെടുത്തു, ഫസ്റ്റ് നേടി. 18-ാം വയസ്സിൽ 1966 ലോക ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഈ വിമിയാണ്. അപ്പൊ തീവ്രമായ തീരുമാനം, ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വലുതും നമുക്ക് വിജയിപ്പിച്ചെടുക്കാം എന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന്റെ പിതാവാണ് സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ പള്ളിക്കൽ വാങ്ങുകൊടുക്കണ മൊല്ലാക്കയാണ്. തമിഴ്നാട്ടിലെ പള്ളിയിൽ വാങ്ങുകൊടുക്കണ ഒരു മൊല്ലാക്കയാണ്. അത്രയും ലൈഫായ മൊല്ലാക്ക എന്ന് പറഞ്ഞ ആള് മോശമായിട്ടല്ല, അത്രയും ലൈഫായ കുടുംബത്തിലാണ് നടത്തുന്നത്. എന്നിട്ട് അയാള് പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അതൊന്നുമല്ല അയാളെ വിജയം. രാഷ്ട്രപതിയാവാന്നുള്ളതും അല്ല അയാളെ വിജയം. ലോക രാഷ്ട്രങ്ങളുടെ ഭരണകർത്താക്കൾക്ക് പാർലമെന്റിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്ന ആളാണ് ആര്? എന്തുകൊണ്ട് അയാളെ ഈ സ്റ്റാൻഡിലെത്തി? എന്തുകൊണ്ടെത്തി? അയാളെ ജീവചരിത്രം പരിശോധിച്ചാൽ അറിയാം. അയാൾക്ക് പ്രധാനമായും ലക്ഷ്യമുണ്ടായിരുന്നു, ലക്ഷ്യത്തെ പ്ലാൻ ചെയ്തിരുന്നു, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തിരുന്നു, ശക്തമായ തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ വിജയിച്ചു. ഇത് ഞമ്മക്കില്ല, നമ്മളിങ്ങനെ വന്നോത്തർക്ക് അതെന്തോ ഘട്ടകാലത്തിന് പഠിക്കുന്ന വിസ കിട്ടി വന്നിരുന്ന്
പിന്നെ ആ പറഞ്ഞ മാതിരി ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോയാൽ വല്ലാതെ വൈകാത്ത കുഴപ്പത്തിൽ നമുക്ക് തിരിച്ച് അതേമാതിരി തന്നെ എന്ത് ചെയ്യാം, നാട്ടിലേക്ക് പോവുകയും ചെയ്യാം. കാൽമലൊക്കെ നീരും ചോരയും വന്നിട്ട് കുടുംബത്തിന്, പ്രവാസികളുടെ കുടുംബ ജീവിതം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ സാധാരണ 2-3 കൊല്ലം നിന്ന് തിരിച്ചു പോകുന്ന ആളുടെ പ്രവാസി ജീവിതം പരാജയമാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് യഥാർത്ഥ സ്നേഹം നമുക്ക് കിട്ടൂല. നമ്മളെ കാശുകൊണ്ടാണ് കുട്ടികളെ പഠിച്ചത്, വീടുണ്ടാക്കിയത്, കെട്ടിച്ചത്, ഒക്കെ ശരിയാണ്. പക്ഷേ അവരുമായി കൂടിക്കലർന്ന് ജീവിക്കാത്തത് കൊണ്ട്, കാരണം സ്നേഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടിക്കലർന്ന് ജീവിക്കണം. ചെറിയ കുട്ടികളാവുമ്പോ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട, നമ്മളെ എന്താ പറയാ, നമ്മുടെ ശരീരത്തിന്റെ ചൂരും മണവും, ചെറിയ കുട്ടികൾ നമ്മളെ മേത്തിങ്ങനെ ചാടിക്കളച്ച് ചൂരും മണവും അനുഭവിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലാണ് സ്നേഹം ഉണ്ടാവുക. നമ്മളെ കുട്ടികൾക്ക് കാശെടുത്തു അല്ലെങ്കിൽ ഇതെടുത്തു, ഇതിലൊന്നും കാണുന്നില്ല. അവരുമായി കൂടിക്കലർന്ന് ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും അവരോട് നമ്മൾ സഹകരിക്കണം. കുട്ടികളെ സ്കൂൾ കൊണ്ടുപോയി ചേർത്തണം, മദ്രസയിൽ ചേർത്തണം. നാട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ ആ കുട്ടികളുമായി കൂടിക്കലർന്ന് അവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ജീവിതം മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടാവുകയുള്ളൂ. അത് മിക്ക പ്രവാസികൾക്കും ലഭ്യമല്ല. പിന്നെ ലഭിക്കും എപ്പോൾ? ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ജീവിതം ബാലൻസ് ഒപ്പിച്ചു പോകാം. ബാലൻസ് ഇല്ലെങ്കിലോ ജീവിതത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. ബാങ്കിൽ ഇങ്ങനെ ആവശ്യത്തിന് വരാൻ പറ്റി സാധനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ബലത്തിൽ എന്ത് ചെയ്യും? സ്നേഹം അഭിനയിക്കും. അപ്പോഴും സ്നേഹം ഉണ്ടാവില്ല, സ്നേഹം അഭിനയിക്കും. അതില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് അവസാന ഘട്ടത്തിൽ വളരെ നിരാശരായി ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാം. ബാങ്കിൽ ബാലൻസ് ഇല്ല, കുട്ടികൾ മരുന്നുടിച്ചാൻ കൊടുത്തിട്ട് വേണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുട്ടികളും മക്കളും അത്യാവശ്യമായാൽ അവർക്കൊരു ഉസറ് കൂടുതലുണ്ട്, അല്ലേ? ഉണ്ടോ? നിങ്ങളെ പെണ്ണുങ്ങളെ പറ്റിയല്ല, അല്ലേ? അയൽപക്കത്തിന് എടുത്തേക്കോട്ടെ, വെറുതെല്ലാം നോക്കിക്കോട്ടെ. കുറച്ച് കുട്ടികളും മക്കളും, ആ കുട്ടികൾക്കും മക്കൾക്കും കുറച്ച് സാമ്പത്തിക, അവർക്കും എല്ലാ നോക്കലൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മാർക്കും ഉസറ് കൂടും ബാപ്പാന്റെ നേരെ. മനസ്സിലായ? അതിനെന്ത് ചെയ്യണം? നല്ല ആത്മീയതയുള്ള ഉമ്മമാരാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഉമ്മയോടാണ്, അല്ലെ? ഭർത്താവുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്? ഭർത്താവിനോട്. ഉമ്മയേക്കാൾ പ്രാധാന്യം ആരാണ്? ഇത് ബോധ്യപ്പെട്ട സ്ത്രീകളിൽ നിന്നല്ലാതെ സാധാരണ സ്ത്രീകളിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം പിന്നീട്, ഇപ്പൊ സ്നേഹം കിട്ടുന്നതിന് പല കാരണമുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഇല്ലാതെയാകുന്ന സമയത്ത് കിട്ടൂല. അപ്പൊ നമ്മൾ നിരാശരായി കഴിയും. ആ ഭർത്താവിന് ഇപ്പൊന്നും പറയണ്ട, അതിപ്പോ ഏതായാലും എന്റെ ആ ജീവിതമാണ് കഴിഞ്ഞിരിക്കുന്നത്, ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിച്ചാൽ നിരാശനായിട്ട് എന്ത് ചെയ്യും? ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. ഇതില്ലാതിരിക്കാൻ കുട്ടികളുമായി കൂടിക്കലർന്ന് ജീവിച്ച് അവരുടെ, ഇന്നിപ്പോ നമുക്ക് കുട്ടികളെങ്ങനെ പിന്നെ ചൂരുമാവ് അനുഭവിച്ചില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ മൊബൈലിൽ കുട്ടികളെങ്ങനെ കണ്ടുകൊണ്ട് പറയണം, അതൊക്കെ വളരെ അനിവാര്യമാണ്. ഇതാമ്മ പോക്കനാക്കാന്ന് പറയുന്ന സാഹചര്യത്തിൽ വിവാഹിതരായ, നിങ്ങളിപ്പോ വിവാഹം ചെയ്തവരാണ് എല്ലാവരും, കുറച്ച് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ കുറച്ച് പറയാണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. സ്ത്രീകളെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളിലും അത് നമ്മൾ തുടക്കത്തില് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മുമ്പ് ഒരു അഹമ്മദാക്കിയും പോക്കരാക്കിയും പെണ്ണെട്ടി. പോക്കരാക്കാന്റെ ഭാര്യന്റെ പേരെന്താ? കുഞ്ഞാമീന എന്നായിക്കോട്ടെ. അഹമ്മദാക്കാന്റെ ഭാര്യന്റെ പേര് ബിജാത്തും ആയിക്കോട്ടെ. കോഴിക്കോടിലൊക്കെ അഹമ്മദാക്കാന്റെ ഭാര്യന്റെ പേര് മറക്കണ്ടാണ്, ഇവിടെ മാറുന്നുണ്ട്. ഇവർ രണ്ടാളും ഇങ്ങനെ അവരെ ആത്മകഥ ഇങ്ങനെ പറയും. അപ്പൊ ഒരാളെ ഭാര്യ, അഹമ്മദാക്കാന്റെ ഭാര്യ വിജാത്തു, മുപ്പത്തിക്ക് യാതൊരു ലൈസൻസും ഇല്ല. അങ്ങടിക്ക് വിചാരിച്ചാ പോവാ വരിക, ഭർത്താവിനോട് ചോദിക്കലോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു തോന്നിവാസി എന്നാണ് വിജാത്തുവിന്റെ കാര്യം. പോക്കരാക്കാന്റെ ഭാര്യ അങ്ങനെയല്ല. കുഞ്ഞിപ്പാത്തു എന്ന സ്ത്രീ വളരെ പെർഫെക്റ്റാണ്. പോന്ന് പറയുമ്പോ പോവും, വാന്ന് പറയുമ്പോ വരും. അപ്പൊ ഇവരെ ഭാര്യമാരിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അഹമ്മദാക്ക പറയും, പൊന്നാര പോക്കരെ, എന്റെ ഭാര്യ എത്ര ഉഷാറാണ്,
ഇന്റെ ഭാര്യന്റെ സ്ഥിതി കണ്ടില്ലേ. അപ്പൊ പോക്കരാക്ക പറഞ്ഞേ, ഇജൊരു 6 മാസത്തിന് ഓളെ തലാക്കല്ലിട്ടില്ലേ, എങ്ങനെയാണ് ഓളെ നിർത്തേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇയാൾ 6 മാസമല്ല 6 കൊല്ലത്തിന് കൊടുക്കും അയാൾ. അപ്പോ തലാക്കല്ലി ആര് കിട്ടി? ഇത് കഴിഞ്ഞ് പോക്കരാക്ക് കിട്ടി. പോക്കരാക്ക പിന്നെ മനഃപൂർവ്വം ഒന്ന് പഠിപ്പിച്ചതല്ലോ. അങ്ങനെ ചോറ് വിളമ്പിയപ്പോ ഒരു പൂച്ച അങ്ങനെ വന്നു. അതിലേക്ക് തിരുത്തിട്ട് ഒരൊറ്റ വെട്ടം കെട്ടി പൂച്ചനെ. 2 കണ്ടായിട്ട് പൂച്ച വഫാത്തായി. അപ്പൊ ഇത് ആര് കണ്ടു? കുഞ്ഞിപ്പാത്തുമ്മ ബിജാത്തും കണ്ടു. അപ്പൊ ബിജാത്ത് മനസ്സിലാക്കി, ഇത് എന്റെ അഹമ്മദാക്കല്ല. ആ ഒരൊറ്റ ദിവസം തന്നെ മനസ്സിലാക്കി. പിന്നെ പോക്കരാക്ക ഇങ്ങോട്ട് നിറയുമ്പോ ഇങ്ങോട്ട്, അങ്ങോട്ട് നിറയുമ്പോ അങ്ങോട്ട്. പിന്നെ വിജാത്തുവിന് അങ്ങാടിയിലൊന്നും കാണുന്നില്ല. വളരെ ഉഷാറായി. അഹമ്മദാക്ക ഇങ്ങനെ വിട്ടെന്ന് വീക്ഷിക്കുന്നുണ്ട്. വളരെ ഉഷാറായിക്കണം ഇപ്പൊ വിജാത്തു. 6 മാസം കഴിഞ്ഞ് അയാൾ തലാക്കല് വിദ്യ കഴിഞ്ഞ് ആര് കെട്ടി? അഹമ്മദാക്ക കെട്ടി. കെട്ടുന്ന അഹമ്മദാക്ക അയ്യാക്കത്തേക്ക് എടുത്ത് പൂച്ച വരട്ടെ കഷ്ടകാലത്തിന് ആ പൂച്ചന്റെ ആയതുകൊണ്ട് വെട്ടിയപ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ പോക്കരാക്ക വെട്ടിട്ടുണ്ട്, നിങ്ങൾ വെട്ടണ്ട. നിങ്ങൾ പൂച്ചനല്ല ആനെ വെട്ടിയിട്ടും കാര്യമില്ല. നിങ്ങൾ ആരാന്ന് തേച്ചു വെക്കുക. അപ്പൊ സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കാതിരുന്നാൽ ക്രമം തെറ്റും ഞങ്ങൾ പറഞ്ഞല്ലോ. ആ ക്രമം തെറ്റിയ ഇനിയിപ്പോ നിങ്ങളുടെ പൂച്ചനെ വെട്ടിയിട്ട് കാര്യമില്ല. സാധാരണ ഈ പൂച്ചനെ വെട്ടൊന്നുമല്ല, ഓരോന്നിനും ഓരോന്നിനും. എല്ലാവർക്കും ഒരേ ഡോസും ഒരേ ഇതുമല്ല. സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തണം, ഗൗരവത്തിൽ കാണേണ്ടവരെ അങ്ങനെ കീഴ്പ്പെടുത്തണം. എല്ലാവർക്കും ഒരേ മരുന്നുമല്ല. ഏതാവട്ടെ ചുരുക്കത്തിൽ നമ്മുടെ കുടുംബ ജീവിതം പലരുടേതും പരാജയമാണ്. അത് പരാജയമാണോ വിജയമാണോ തിരിച്ചു ചെല്ലുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ബാലൻസ് ഇല്ലാതെ തിരിച്ചു പോണൊരു പോക്ക്. അപ്പം നിങ്ങൾ ശരിക്കും അനുഭവിക്കും. അപ്പൊ ഇപ്പോൾ തന്നെ ലക്ഷ്യം നേടണം, പ്ലാൻ ചെയ്യണം, സമ്പത്തുണ്ടാക്കണം, ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തണം. ഇത് ചെയ്യാതിരുന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതം പരാജയപ്പെടും. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കൂലേ? എന്താണ് ആ ആയത്തിൽ പറഞ്ഞതിന്റെ ആശയം? ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോ എന്താണ് ഈ സത്യവിശ്വാസം? എന്താണ് സത്യവിശ്വാസം? പ്രധാനമായും ഇസ്ലാമിന്റെ അടിത്തറ 2 കാര്യമാണ്. ഒന്ന് ഒരു ഫർളാണ്, മറ്റൊരു ഷർത്താണ്. ഒരു ഫർളും ഒരു ഷർത്തുമാണ്. ഈ ഷർത്തും ഫർളും യോജിച്ചാൽ അവിടെ സത്യവിശ്വാസമായി. ഏതാണ് ഫർള്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതാണ് ഷർത്ത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷർത്ത് പാലിച്ചില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിനെ കാണേണ്ടതുപോലെ കാണണം. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഫർളിന് സ്ഥാനമുള്ളൂ. ഷർത്തില്ലാഞ്ഞാൽ ഫർദ് സ്വീകാര്യമല്ല. ഒന്നുമില്ലാതിരുന്നാൽ നിസ്കാരം സ്വീകാര്യമല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇബ്ലീസിന് സംഭവിച്ചത്. ഇബ്ലീസ് എത്രയോ നിസ്കരിച്ചു, എത്രയോ ഇബാദത്തെടുത്തു, പക്ഷെ ഷർത്ത് പാലിച്ചില്ല. ഏതാ ഷർത്ത്? ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മാത്രം ആദം നബിയുടെ മഹത്വം എന്താണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം ആദം നബിയെ പടച്ച മണ്ണിന്റെ മഹത്വമല്ല, മറിച്ച് ആദം നബിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മാവ് റൂഹ് നൽകിയിട്ടുള്ളത് മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ ഈ സുജൂദ് പ്രത്യക്ഷത്തിൽ ആദം നബിയുടെ മുന്നിലാണെങ്കിലും ആ സുജൂദ് യഥാർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലുള്ള സുജൂദാണ്, ബഹുമാനമാണ്, കീഴ്പ്പെടലാണ്.
റസൂലുള്ളാഹിക്ക് കീഴ്പ്പെടാത്തവരാണ്, ഷർത്ത് പാലിക്കാത്തവരാണ്. അതുകൊണ്ട് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് ആ സുജൂദ് വേണ്ടെന്ന് വെച്ചപ്പോൾ കാഫിറുകളിൽപ്പെട്ടു. അയാളെ സുജൂദും ഇബാദത്തൊന്നും അല്ലാഹു സ്വീകരിച്ചില്ല. കാഫിർ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. ആരെ മുമ്പിൽ സുജൂദ് ചെയ്യാത്തത് കൊണ്ട്? ആദം നബിയുടെ മുമ്പിൽ. ആദം നബി ആവട്ടെ റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധിയാണ്. അപ്പൊ റസൂലുള്ളാഹിക്കാണ് യഥാർത്ഥത്തിൽ ആ സുജൂദ്. കീഴ്പ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ബഹുമാനത്തിന്റെ സുജൂദ് പൂർണ്ണമായും അനുസരിക്കുക എന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഷർത്ത് പാലിക്കാത്തത് കൊണ്ട് ഫർദ് സ്വീകരിച്ചില്ല. വകാന മിനൽ കാഫിരീൻ. ഇനിയും ഒരു ഉദാഹരണം കൂടി പറയാം. മക്കയിലും മദീനയിലും 3 തരത്തിലുള്ള ജനങ്ങളാണുള്ളത്. ഒന്ന്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ സ്വഹാബത്ത്. നേരെ ഓപ്പോസിറ്റ് അബൂജഹൽ ഉൾപ്പെടെയുള്ള ഖുറൈശി കുഫാർ. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? മുനാഫിഖീൻ. അല്ലെ? ഈ മുനാഫിക്കുകൾക്കാണോ ശിക്ഷ കൂടുതലുള്ളത്, അല്ല ഖുറൈശി കുഫാറിനാണോ? മുനാഫിഖീങ്ങൾക്ക്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. യഥാർത്ഥത്തിൽ മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളുകളാണ്, ജുമുഅക്ക് പോകുന്ന ആളുകളാണ്, യുദ്ധത്തിന് പോകുന്ന ആളുകളാണ്. എന്നാലും അബൂജഹലിനേക്കാളും കടുത്ത ശിക്ഷ മുനാഫിഖീങ്ങൾക്കാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്തുകൊണ്ട്? എന്തായിരിക്കും അതിന്റെ കാരണം? അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, യുദ്ധമുണ്ട്, എല്ലാ ത്യാഗങ്ങളും അവർ റെഡിയാണ്. പക്ഷെ അവർ മുനാഫിഖീങ്ങളാണ്. ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. എന്തുകൊണ്ട്? എന്തായിരിക്കും അതിന്റെ കാരണം? ഇബ്ലീസിന്റെ അതേ കാരണം തന്നെ. റസൂലുള്ളാഹിനെ അവര് ആദരിക്കേണ്ടതുപോലെ ആദരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലത്തും മൗലിദിന്റെ സദസ്സുണ്ടല്ലോ, ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എവിടെ ഉണ്ട്? ആരും മൗലിദ് ഓതിയ റസൂലുള്ളാഹിന്റെ കാലത്ത്? അതിൽ പ്രധാനിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. യദഉ മിൻബറൻ ഫീ മസ്ജിദി റസൂലില്ലാഹി യുഫാഖിറു അൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ ഒരു സ്റ്റേജ് തന്നെ പള്ളിയിൽ കെട്ടിക്കൊടുത്തു. ആ സ്റ്റേജിന്റെ മുകളിൽ കയറി മൗലിദ് ഓതുന്ന പ്രധാനിയാണ് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത്. ആ മൗലിദിന്റെ സദസ്സിലൊന്നും മുനാഫിഖീങ്ങൾ ഉണ്ടാവില്ല. റസൂലുള്ളാഹിനെ ഉയർത്തി കാണിക്കുന്ന ഒരു മഖാമിലും മുനാഫിഖീങ്ങൾ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്യാൻ പോകുമ്പോൾ ഒരു പറ്റം സ്വഹാബത്ത് പിന്നാലെ കൂടിയിരുന്നു. വായിൽ വെള്ളമാക്കി പുറത്തേക്ക് തുപ്പുമ്പോൾ ഉമിനീര് കലർന്ന വെള്ളം ശരീരത്തിൽ പുരട്ടാൻ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആ തെക്കിലും തിരക്കിലൊന്നും ആരുണ്ടാവില്ല, മുനാഫിഖീങ്ങൾ ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്ക് ഓഹരി ചെയ്തതും ഇമാം ബുഖാരിയെ പോലെയുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ആരെ കാണൂല? മുനാഫിഖീങ്ങളെ കാണൂല. കാരണം റസൂലുള്ളാഹിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ്. ഈ സ്വഹാബത്ത് വിശ്വസിക്കും പോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, സ്വഹാബത്തിന്റെ വിശ്വാസം നമ്മൾ പറഞ്ഞല്ലോ, എന്നാൽ ഇവരെ പോലെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ ഖാലു, മുനാഫിഖീങ്ങൾ പറയും, അനുഉമിനു കമാ ആമന സുഫഹാ. ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഇതൊക്കെ വിഡ്ഢിത്താണ്, ഇതൊക്കെ ഖുറാഫാത്താണ്, ഇത് വിശ്വസിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല എന്ന് മുനാഫിഖീങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ അവർ നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും എന്ത് ചെയ്താലും ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുനാഫിഖീങ്ങള് വിശ്വാസികളല്ല, അവർ മുഅ്മിനീങ്ങളല്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്നതിൽ മുനാഫിഖീങ്ങൾ പെടുന്നില്ല. പ്രത്യക്ഷത്തിൽ അവർക്ക് നോമ്പും നിസ്കാരവും അമലുകളൊക്കെ ഉണ്ട്. അപ്പൊ വിശ്വാസം എന്താണ്? ഒരു ഷർത്തും ഒരു ഫർളും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഫർദിലേക്ക് എത്തിച്ചേരാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷർത്ത് വേണ്ടതുപോലെ പാലിച്ചെങ്കിൽ മാത്രമേ ആ ഷർത്ത് സ്വീകാര്യമാവുകയുള്ളൂ. ഷർത്ത് സ്വീകരിക്കാത്തവരുടെ ഫർള് സ്വീകരിക്കുകയില്ല. അതാണ് ഇബ്ലീസിന്റെ ചരിത്രവും മുനാഫിഖീങ്ങളുടെ സംഭവങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ വളരെ നിഷ്കളങ്കമായ വിശ്വാസം,
ഇത്തഖുല്ലാഹ്, നിങ്ങൾ മുത്തഖീങ്ങളാവണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? മുത്തഖിയാണോ മുനാഫിഖാണോ എന്ന് വേർതിരിയുന്ന പ്രധാനപ്പെട്ട കാര്യം വഖൂലു ഖൗലൻ സദീദൻ, സത്യസന്ധമായി നേരെ ചൊവ്വേ സംസാരിക്കണം. അല്ലേ? നേരെ ചൊവ്വേ സംസാരിക്കണം. നേരെ ചൊവ്വേ സംസാരിക്കണം. നേരെ ചൊവ്വേ സംസാരിക്കണം. നമുക്ക് കളവ് പറയുക എന്നത് എന്തല്ല, ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ പോണത് ദുബായ് പോവാണ്. ആ ദുബൈയിലുള്ള ആളിങ്ങനെ തിരക്കൂട്ടനുണ്ട്, എവിടെ എത്തി മുമ്പിൽ മുമ്പ് ഇറങ്ങിയിട്ടില്ല. എന്നാലും നമ്മൾ പറയുന്നത് ഞാൻ എന്നോട് എത്തി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കളവാണോ? അല്ലേ? തീർച്ചയായും കളവാണ്. വഖൂലു ഖൗലൻ സദീദൻ, സത്യസന്ധമായി സംസാരിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് പറയുന്ന കാര്യമാണിത്. വഖൂലു ഖൗലൻ സദീദൻ, സത്യസന്ധമായി സംസാരിക്കണം. എന്നാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ അള്ളാഹു നന്നാക്കി തരും. പല അമലുകളും അള്ളാഹു നന്നാക്കി തരും. കഴിഞ്ഞ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഈ പറയണത് അങ്ങനെ. ഉമയ്യത്തുഇല്ലാഹ വറസൂലുഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ, അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നടന്നാൽ അവൻ വലിയ വിജയം വിജയിച്ചു എന്ന ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മൾ ഓർക്കുകയും നമ്മുടെ നാവിനെ നേരെ ചൊവ്വയാക്കാൻ പരിശ്രമിക്കുകയും വേണം. സത്യസന്ധമായ വാക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സത്യസന്ധമായ വാക്ക് ഏതാണ്? ഫഇന്ന അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ്, വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ സത്യസന്ധമായ വാക്ക്.